അസ്സലാമു വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. എന്താണ് മിനിമലിസം? ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു കേട്ടോ. ഈ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഹാപ്പി ആയിട്ടും പീസ്ഫുള്ളായിട്ടും കാമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നത്? അവർക്ക് ഈ സ്ട്രെസ്സിനോടും ആങ്സൈറ്റി ഒന്നും വല്ലാതെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അവർ ഭയങ്കര പങ്ക്ച്വലായിട്ട് കറക്റ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടല്ലോ. അത് നമ്മൾ എങ്ങനെയാണ് മിനിമലിസം പ്രാക്ടീസ് ചെയ്യേണ്ടത്? അതേപോലെ നമ്മുടെ ലൈഫ് അടിപൊളിയാക്കാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ വിചാരിച്ച രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ഈ മിനിമലിസം നമ്മൾ എങ്ങനെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി എനിക്ക് വരാറുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുള്ളത്. പറഞ്ഞു തുടങ്ങിയാൽ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു എത്തുംപിടി ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ആളുകളുണ്ട് മിനിമലിസം എന്താ എന്ന് പോലും അറിയാത്ത ആൾക്കാർ കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ ഇന്നത്തെ വീഡിയോ ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈവൻ നമ്മളുടെ ഒരു കിച്ചൺ റാക്ക് നിങ്ങൾ ജസ്റ്റ് ഇന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ വാർഡ്രോബ്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിച്ചൺ റാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്കറിയാം പല ഷെൽഫുകളും നമ്മൾ എന്താ പറയുക, ഇങ്ങോട്ട് എടുത്ത സാധനം തിരിച്ച് വെക്കാൻ സ്ഥലം ഇല്ലാത്ത അത്രയും കൊത്തി നിറച്ചിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. എനിക്കും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് എൻ്റെ 24 മണിക്കൂർ ചില സമയങ്ങളിൽ എനിക്ക് 24 മണിക്കൂർ 24 സെക്കൻഡ് കൊണ്ട് പോണ പോലെ ആയിരിക്കും. അത്രയും എനിക്ക് സമയം ഉണ്ടാവില്ല. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് ഉറങ്ങുന്നവരെ അയ്യോ 10 മണി എത്ര വേഗം പോയേ റഹ്മാനെ എന്ന് വിചാരിക്കും. കാരണം ഞാൻ ബഷീർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ് കേട്ടോ. പക്ഷേ ലോകാവസാനം ആവാനായി തോന്നുന്നു. കാരണം സമയം വേഗം പോകുകയെന്ന് പറഞ്ഞത് ലോകാവസാനത്തിൻ്റെ ലക്ഷണമല്ലേ. എനിക്ക് രാവിലെ എണീറ്റ് കണ്ണ് തിരുമ്പി എഴുന്നേറ്റ് കുറച്ച് നേരം ആയപ്പോഴേക്കും രാത്രി ആയ പോലെ ഒരു ഫീലാണെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയും കാര്യങ്ങളൊന്നും ചെയ്തെത്താത്ത അത്ര സമയം പോകുന്ന പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ സമയം എൻ്റെ ടൈം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയത് കേട്ടോ. അപ്പോൾ അതിന് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മിനിമലിസ്റ്റിംഗ് പരിപാടി എന്ന് പറയുന്നത്. മിനിമലിസം നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും മെസ്സി ആയി കിടക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തുടങ്ങാം കേട്ടോ. ഓരോ സാധനങ്ങൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, ഈ ഒരു സാധനം എനിക്ക് അത്യാവശ്യമാണോ? ഇപ്പം എനിക്കിവിടെ വേണ്ടതാണോ? ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണോ? എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഈ ഒരു സാധനം എത്രമാത്രം യൂസ്ഫുൾ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഈ ഒരു സാധനം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നതാണെങ്കിൽ മാത്രം നിങ്ങളതിനെ കീപ്പ് ചെയ്യുക. അതല്ല നിങ്ങൾ എപ്പോഴെങ്കിലും എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു കാർഡ്ബോർഡിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലോ ഒരു റാക്കിലോ എന്തെങ്കിലും ആക്കിയിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ വീട്ടിനകത്ത് എപ്പോഴും ആക്സസിബിൾ അല്ലാത്ത ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ സാധനം കൊണ്ടുവയ്ക്കുക കേട്ടോ. അപ്പോൾ ഓരോ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴും നമ്മളത് ശ്രദ്ധിക്കുക. അതായത് വാർഡ്രോബിനകത്ത് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു 5 ഡ്രസ്സ് മാക്സിമം, ഒരു കുഞ്ഞിൻ്റെ വാർഡ്രോബിനകത്ത് 5 ഡ്രസ്സ് അവന് എല്ലാ വീക്കിലും ഇടാനായിട്ട് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. ആൻഡ് അതേപോലെ 2 യൂണിഫോമും ഉണ്ടാവും, ഒരു കളർ ഡ്രസ്സും ഉണ്ടാവില്ലേ മിക്കവാറും. അപ്പോൾ അതും കൂടെ നമ്മൾ എടുത്ത് വയ്ക്കുക. പിന്നെ അവരുടെ പാർട്ടി വെയേഴ്സ് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്ത് വയ്ക്കുക. അതും പാർട്ടി വെയർ നമ്മൾ അത്യാവശ്യം നല്ല അതായത് നല്ല വലിയ ഫംഗ്ഷന് പോകാനുള്ള ഒരു 2 ജോഡി ഡ്രസ്സ്, അതേപോലെ ചെറിയ ചെറിയ ഫംഗ്ഷൻസിന് പോകാൻ വേണ്ടി ഒരു 2 ജോഡി ഡ്രസ്സ്, അത്രയും നമ്മൾ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് ഒരാൾക്ക് തന്നെ 10 ഡ്രസ്സിൻ്റെ മേലായില്ലേ. 5 നോർമൽ വെയേഴ്സ്, അതേപോലെ യൂണിഫോം, ബാക്കിയുള്ളതൊക്കെ പാടാകുമ്പോഴേക്കും 10 ഉണ്ടാവും. അപ്പോൾ ഈ 10 ഒരാളുടെ കബോർഡിനകത്ത് കറക്റ്റായിരിക്കും. അപ്പോൾ 2 പേർക്ക് വേണ്ടി മാക്സിമം 10 ഡ്രസ്സ്. ഇതേപോലെ നമുക്കാണെങ്കിലും ഒരു 3, 4, 5 ഡ്രസ്സിൽ നമ്മൾ വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ ഔട്ട്സൈഡ് പുറത്ത് പോകാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു നമ്മുടെ പാർട്ടി വെയേഴ്സും ഒന്ന് ഓർഗനൈസ് ചെയ്യുക. ഒരുപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഈ ഡ്രസ്സ് ഞാൻ ഇത്രയും വർഷം ഇട്ടു, ഇനി ഞാനിത് ഇടുമോ, അത് ഞാൻ യൂസ് ചെയ്യുമോ? അപ്പോൾ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. ആ ഡ്രസ്സിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. പിന്നെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന വേറൊരു കാര്യമാണ് കുഞ്ഞി ഫയലിംഗ് സിസ്റ്റം ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫയല്, ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ എൻ്റെ മൂത്ത മോന് വേണ്ടി ഒരു ഫയൽ, അതിൽ അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽക്ക് അവൻ്റെ ആധാർ കാർഡ്, അവൻ്റെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, പിന്നെ അവന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അടിഭാഗത്ത് ഏറ്റവും ലാസ്റ്റ് സെക്ഷനിൽ അങ്ങനെ നമുക്ക് മാറ്റി ഓർഗനൈസ് ചെയ്യാനായിട്ട് വയ്ക്കും. അപ്പോൾ അവൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അവൻ്റെ ഫയലിങ്ങിൽ സേഫാണ്. അപ്പോൾ ഇനിയിപ്പം അവൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എന്തെങ്കിലും നമുക്ക് എപ്പോഴത്തേക്കും വേണ്ടി കീപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം അതേപോലെ മോൾഡ് ചെയ്യണമെങ്കിലും അതേപോലെ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. മോൾഡ് സെപ്പറേറ്റ്. ഇനി ഇതേ ഫയലിംഗ് സിസ്റ്റം തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം കേട്ടോ. അതായത് ലോങ് ആയിട്ടുള്ള നീളമുള്ള പേപ്പേഴ്സൊക്കെ പാടെ ഓരോരുത്തരുടെ സെപ്പറേറ്റ് പിന്നെ കാർഡ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞ് പൗച്ചാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കീപ്പ് ചെയ്യാം. കാരണം എപ്പോഴും നമുക്ക് ആക്സസിബിൾ ആവേണ്ടതാണ് ഈ കാർഡ് ടൈപ്പുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അല്ലേ, ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും അതൊക്കെ ഞാൻ സെപ്പറേറ്റ് വയ്ക്കാറ്. ബാങ്ക് അക്കൗണ്ട്, പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, അതേപോലെ ആധാർ കാർഡ്,
പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു പൗച്ചിനകത്താക്കിയിട്ട് നമ്മൾ എപ്പോഴും ആക്സസിബിൾ ആവുന്ന രീതിയിൽ വെക്കുക. അത് ഓരോരുത്തരുടെയും ഒരു മാർക്കർ കൊണ്ട് പേര് എഴുതി വയ്ക്കുക. സിമ്പിളായിട്ടുള്ള ഒരു കവറിലോ അല്ലെങ്കിൽ ഒരു ഫയലിലോ എന്തെങ്കിലും എഴുതിയിട്ട് വെച്ചാൽ മതിയിട്ട് എന്നിട്ട് സെപ്പറേറ്റ് ആക്കുക. അതേപോലെ നമ്മുടെ വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെയൊക്കെ നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഫയൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാധനം ആരെങ്കിലും വന്നിട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും വലിച്ചിട്ട് തരയുന്ന ഒരു ശീലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ ഒരു ശീലം മാറ്റാനായിട്ട് ഈ ഒരു ടിപ്പ് നമുക്ക് ഹെൽപ്പ് ആവട്ടോ. മോൻ്റെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവൻ്റെ ഫയൽ എടുക്കുക, ജസ്റ്റ് അത് നോക്കുക, അത്ര മതി. അതേപോലെ ഹസ്ബൻഡിനെ വേണ്ടച്ചാൽ അവൻ്റെ ഫയൽ എടുക്കുക, അതെടുത്ത് കൊടുക്കുക, അത്ര മതി. അതെല്ലാം തിരിച്ച് അതേപോലെ തന്നെ അതേ സ്ഥലത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ വെക്കാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മിനിമലിസത്തിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ കിച്ചണാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നെ നോക്കുക നമുക്ക് എത്ര ടിന്നുകൾ നമ്മുടെ കിച്ചണിലുണ്ട് എന്നുള്ളത്. അതായത് നമ്മൾ ഒരുപാട് പൊടികളും കണ്ണി കണ്ട മസാലകളും ഒക്കെ ഇടാനായിട്ട് ഒരുപാട് ടിന്നും ഡപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ റാക്ക് നിറയെ ഡപ്പ കൊണ്ട് നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ പഴയത് നമ്മൾ യൂസ് ആക്കാതെ എടുത്തു വെച്ചാൽ കേട് വന്നു പോയ പൊടികൾ അല്ലെങ്കിൽ കേട് വരാറായ പൊടികൾ ഒക്കെ ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്. അതൊക്കെ എടുത്ത് മാറ്റുക കേട്ടോ. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ആണെങ്കിലും വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ബെഡ്ഷീറ്റ് വാങ്ങിച്ച് വെക്കുക. ഒരുപാട് ബെഡ്ഷീറ്റൊന്നും നമ്മൾ യൂസ് ആക്കാതിരിക്കുക. കാരണം ഒരേ ബെഡ്ഷീറ്റ് കുറേ ടൈം യൂസ് ആക്കാതിരിക്കുക. ഉള്ള ബെഡ്ഷീറ്റ്, അതായത് ഒരുപാട് ഡെക്കറേഷനും കുത്തും പുള്ളിയും കോമും വർക്കും കാര്യങ്ങളുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റിന് പകരം പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളർ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുക കേട്ടോ. യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റിൻ്റെ എണ്ണം കുറയുമ്പോൾ അത് ക്ലീൻ ആക്കുന്ന നമ്പർ ഓഫ് ക്ലീനിങ്ങിൻ്റെ എണ്ണം കൂടും കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കതിന് വേണ്ടി ഹെൽപ്പാണ്. അതേപോലെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി, കർട്ടണും ബാക്കിയുള്ളതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള വീടൊക്കെ നമുക്കൊരു നല്ലൊരു മണത്തോടു കൂടെ കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റോടും ഉണ്ടാവും. വളരെ കുറച്ച് മാത്രമുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് കീപ്പ് ചെയ്യുക കേട്ടോ, വളരെ മിനിമം മാത്രം. ചിലവരെ സംബന്ധിച്ചിടത്തോളം വീട് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിരത്തി വെച്ചിട്ടുണ്ടാവും മറ്റേ ഫ്ലവർ പോട്ട്സും കാര്യങ്ങളൊക്കെ വീട്ടിനകത്ത്. ആൻഡ് ഇത് കറക്റ്റായിട്ട് തുടയ്ക്കാനോ ക്ലീൻ ചെയ്യാനോ നിൽക്കാതിരിക്കുമ്പോൾ അതിലൊക്കെ പൊടി വന്നടയും. അപ്പോൾ അതൊക്കെ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുവന്ന് തരിക കേട്ടോ. ക്ലീൻ അല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ എത്ര തന്നെ വീട് മെസ്സി ആയിട്ട് കിടക്കുകയാണെങ്കിലും ടോയ്സോ തുണികളോ ഒക്കെ ആണെങ്കിലും നമുക്കത് മടക്കി വയ്ക്കലൊക്കെ ഈസി ആയിട്ട് നടക്കും. പക്ഷേ ഈ പൊടി ക്ലീൻ ചെയ്യലൊക്കെ നമ്മൾ വളരെ റയറായിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ വിടാതെ പിന്തുടരുകയും ചെയ്യും. ഇപ്പോൾ ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ബെഡ്ഷീറ്റിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറഞ്ഞു, ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറഞ്ഞു, ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുടെ എണ്ണം കുറയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എണ്ണം കുറയ്ക്കാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എണ്ണം കുറയ്ക്കേണ്ടതാണ് കേട്ടോ കിച്ചണിലെ പാത്രങ്ങളുടെയും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാത്രം, അതായത് നമുക്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രം കിച്ചണിൽ വെച്ചിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ ഒരു ട്രേയിലേക്കോ ഒരു റാക്കിലേക്കോ എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. വല്ല അവസരങ്ങൾക്കോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷൻസിനോ കാര്യങ്ങൾക്കോ മാത്രം മതി അത്. നിങ്ങൾ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്ര മെമ്പേഴ്സിന് വേണ്ട പാത്രം അഡീഷണൽ ആയിട്ട് 2 പാത്രം അത് മാത്രം അവിടെ കീപ്പ് ചെയ്യാൻ നോക്കിയാൽ മതി കേട്ടോ. അതാവുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ എത്ര പ്ലേറ്റ് ഉണ്ടോ അത്രയും പ്ലേറ്റ് എടുത്ത് അത് മെസ്സി ആക്കി എല്ലാം പാടെ ഒരുമിച്ച് വാഷ് ചെയ്യുന്ന ഒരു സിസ്റ്റം ശരിക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സിസ്റ്റമേ അല്ല. എത്ര പാത്രമാണോ മുഷിയുന്ന അത്രയും പാത്രം അപ്പം തന്നെ കഴുകി വയ്ക്കാൻ പാകത്തിനുള്ള പാത്രങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കത് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ബാക്കിയായിട്ടുണ്ടാവും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്ത വരും. അപ്പം നിങ്ങൾക്ക് ആലോചിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വേറെ ആൾക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മനസ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വയ്ക്കുക. ഒരു 6 മാസത്തിനകത്ത് നിങ്ങൾക്കൊരു 3 തവണയെങ്കിലും യൂസ് ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കി വെക്കുക. ഒരു 3 തവണയെങ്കിലും യൂസ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കീപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുത്ത് ഒഴിവാക്കാം കേട്ടോ. ശരിക്കും മിനിമലിസം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ ഭാഗത്തും കൊണ്ടുവരാനായിട്ട് പറ്റും. ഈവൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വരെ നമുക്കത് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അതായത് 1/3 ആയിട്ട് നമ്മൾ കഴിക്കുക എന്ന് പറയില്ല, 3/4 ഭാഗം മാത്രം നമ്മൾ ഫുഡ് കഴിക്കുക, ഒരു 1/4 ഭാഗം നമ്മൾ മാറ്റി വയ്ക്കുക. ഈ 3/4 ഭാഗം കഴിക്കുന്നതോടെ തന്നെ 1/2 ഭാഗം വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യുക. ഒരു 1/4 ഭാഗം ആദ്യത്തെ ഒരു 1/4 ഭാഗം നമ്മൾ ഈ പറഞ്ഞ പോലെ സോളിഡ് ഫുഡ് കൊണ്ട് ഫില്ല് ചെയ്യുക. അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. വളരെ മിനിമം ആയിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക. വാരി വലിച്ച് കണ്ട സാധനങ്ങളൊക്കെ തിന്നുന്നതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവായിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെയൊക്കെ നമ്മുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ കാര്യം ഡയറ്റ് എന്നുള്ളൊരു ഫോർമുല കീപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സമീകൃത ആഹാരം എന്ന് പറയില്ല, എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള രീതിയിൽ ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ ഈ സമീകൃത ആഹാരം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി എങ്കിലും നമ്മൾ ഡെയിലി
ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മിനിമലിസത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇനി ഈ മിനിമലിസം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട് മെസ്സി ആയിട്ട് കിടക്കാൻ മാത്രമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലില്ല. വളരെ കുറവ് മാത്രം കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ വളരെ കുറവ് കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അത് മൾട്ടിപർപ്പസ് ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുക. ബെഡ് ആയിക്കോട്ടെ, സ്റ്റോറേജ് സ്പേസ് ഉള്ളത് വാങ്ങിക്കാം. സോഫ ആണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉള്ളത് വാങ്ങിക്കാം. നമ്മളിപ്പോൾ വീട്ടിൽ വെക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിൽ അതിലെന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ളത് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും മൾട്ടിപർപ്പസ് നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാൻ പറ്റുന്നത്ര, ആൻഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന അത്ര സാധനങ്ങൾ മാത്രമേ പുറത്തുള്ളൂ. വളരെ കുറച്ച് മാത്രം ബെഡ്ഷീറ്റുകളേ ഉള്ളൂ. ഒരു 2-3 ബെഡ്ഷീറ്റേ ഉള്ളൂ മാറ്റി ഇരിക്കുന്നു. അപ്പോൾ അടുത്ത 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നമ്മൾ എന്തായാലും ബെഡ്ഷീറ്റ് വാഷ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് എന്തായാലും കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതൊരു ഭയങ്കര വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കൊണ്ടുവന്ന് തരും. നമ്മുടെ വീട്ടിലുള്ള ഫാൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും തുടയ്ക്കാനായിട്ട് നോക്കുന്നു. ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടെ തുടയ്ക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ നമ്മുടെ പണികൾ വളരെ വലിയൊരു സമയം നമുക്കത് കുറഞ്ഞു കിട്ടി. കാരണം നമ്മളിത് എന്താ പറയുക, എല്ലാ ദിവസവും ക്ലീനിങ് ഡേ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം നട്ട് നിവർത്താൻ പറ്റാത്തത്ര പണി ഉണ്ടാവും. ഇത് നമുക്ക് എല്ലാ ദിവസവും ക്ലീനിങ് ഡേ ആയിട്ട് കൊണ്ടുനടക്കാവുന്ന അത്ര പണികളേ ഉള്ളൂ. ആൻഡ് മക്കളുടെ വാർഡ്രോബ് ഒതുക്കി വയ്ക്കുക പറഞ്ഞാൽ 5 ഡ്രസ്സാണ് മടക്കാനുണ്ടാവുക. അതിലൊരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നേരെ വാഷ് ചെയ്യാൻ പോയി. രണ്ടാമത്തെ ദിവസം നമുക്ക് 1 ഡ്രസ്സോ 2 ഡ്രസ്സോ ഒരു കുട്ടറ മടക്കിയാൽ മതിയാവും. അപ്പോൾ അത്രയും തുണി മടക്കുന്ന കാര്യത്തിൽ കുറവുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ, എനിക്ക് വയ്യാണ്ടായാൽ മാത്രം, അതായത് മൈഗ്രെയിൻ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ എനിക്ക് ഫിസിക്കലി എന്തെങ്കിലും വയ്യായ്ക ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ വീട് മെസ്സി ആയിട്ട് കിടക്കുക. പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഓവർ ഫ്രീഡം എന്ന് പറയാം. പലപ്പോഴും നമ്മൾ രാവിലെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരുമ്പോഴേക്കും പിള്ളേരെല്ലാം വലിച്ച് വാരിയിടുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഈ വലിച്ചു വാരിയിടുന്ന സംഭവങ്ങൾ ഞങ്ങൾ 3 പേരും പാടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുക. ഞാനും മോനും മോളും പാടെ കൂടിയിട്ടാണ് മടക്കി വയ്ക്കുക വൈകുന്നേരങ്ങളിൽ. അപ്പോൾ ഒരാൾ ഒരു പണി ചെയ്യും, വേറൊരാൾ വേറൊരു പണി ചെയ്യും. അത് വളരെ രസകരമായിട്ട് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഇവർ വന്നിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത് വരയ്ക്കുള്ള കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഉറപ്പായിട്ടും മെസ്സി ആയിരിക്കും. ഒരാൾ വന്നു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. അത്രയും മെസ്സി ആയിട്ട് കിടക്കാറുണ്ട് ചില സമയങ്ങളിൽ. പ്രത്യേകിച്ച് എനിക്കൊരു വയ്യായികയും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ഓക്കെ. പെർഫെക്റ്റ് അല്ലാതെ ഇരിക്കുന്നതും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് പെർഫെക്റ്റ് അല്ല എന്തിരിക്കുന്നതും ഓക്കെ ആണ് കേട്ടോ. നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ക്ലീനായിട്ട് പെർഫെക്റ്റ് ആയിരുന്നാൽ മാത്രമേ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ എന്നില്ല. ഈ മെസ്സി ആയി കിടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഒരുമിച്ച് ക്ലീൻ ചെയ്യുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് വൈബ് ഇൻഷാല്ലാ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം പാടെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മെല്ലെ 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 സമയമെടുത്ത് ഓരോ തവണ നിങ്ങളുടെ ലൈഫിലോട്ട് ഓരോ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുമ്പോഴും അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഓരോ സാധനങ്ങളും റീപ്ലേസ് ചെയ്യുമ്പോഴും നിങ്ങൾ ആലോചിച്ച് ഇത് വെർത്താണോ, ഇത് കൊടുക്കണോ, ഇതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് പതിയെ നിങ്ങളുടെ ലൈഫിലോട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാം കേട്ടോ. ഇൻഷാല്ലാ വളരെ വലിയൊരു മാറ്റം തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. ഓരോ സംഭവങ്ങളും മാറ്റി, ഇപ്പോൾ ബെഡ്ഷീറ്റ് പുതപ്പൊക്കെ നിങ്ങൾ മാറ്റി പറഞ്ഞാൽ ഉള്ള ബെഡ്ഷീറ്റൊക്കെ യൂസാക്കി അത് നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേറെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റഡൊക്കെ ഒഴിവാക്കിയിട്ട്, പ്രിൻ്റഡ് ഒഴിവാക്കാൻ പറയാനുള്ള കാരണം തന്നെ അതുകൊണ്ടാണ്. നമുക്ക് ഒരുപാട് വർക്ക് അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ പ്രിൻ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഒരുപാട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് സ്ട്രെയിൻ ചെയ്യും. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മെയിനായിട്ട് ബെഡ്റൂമൊക്കെ സീക്ക് ചെയ്യുന്നത്, നമ്മൾ ഇത്തിരി സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ ഇങ്ങനെ ഒരുപാട് വർക്കുള്ള കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ ഉള്ള സമാധാനം ചിലപ്പോൾ ഇല്ലാതായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് കുറച്ചും കൂടെ പ്ലഷർ തരുന്ന, കുറച്ചും കൂടെ സന്തോഷം കിട്ടുന്നത് സിംഗിളായിട്ടുള്ള ലൈറ്റ് കളേഴ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യം പറയാനുള്ളത്. പിന്നെ കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് വീഡിയോ ഉണ്ടായിരുന്നില്ല. താത്താടെ കുട്ടിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ആൻഡ് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും സൈഡായി. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഇൻഷാല്ലാ ഓക്കെ ആവുമെന്ന് വിചാരിക്കണം. ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. അതിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസിനുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ ഞാൻ ക്ലിയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.